ഇപ്പം നിങ്ങൾ ഓൾറെഡി സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങൾ ഓൾറെഡി ആ ഫാഷൻ സ്റ്റൈലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ റാമ്പ് വാക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റാമ്പ് വാക്ക് ചെയ്തിട്ടില്ല. യെസ്, അതായത് ഞാൻ റാമ്പ് വാക്ക് ചെയ്യാനായിട്ട് അന്ന് മോഡൽ അന്ന് ചെറുതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റെ ഈ പരിപാടികളൊക്കെ പോയിട്ട് മുഖമൊക്കെ ആകെ കരുവാളിച്ച് മെലിഞ്ഞ് ഒട്ടി. ഇതിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടാണ് നമ്മളെ ലുക്കാക്കിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഒരു ഹൈറ്റും ലുക്കും മോഡൽ ഫിസിക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കന്നില്ല. പക്ഷെ ഞാൻ എല്ലാ ഓഡീഷനും പോയിട്ടുണ്ട് കൊച്ചിയിലേക്ക്. പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. പോയി അവിടെ ഇവിടെ ഒക്കെ വരി നിൽക്കും, കിട്ടലില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, പിന്നെ ഫോട്ടോ ഇട്ട് ഞാൻ തന്നെ തകർക്കലുണ്ട്, ഞാൻ തന്നെ മോഡലുണ്ട്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്തു ആ സെൻസേഷൻ. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? അതെ. പിന്നെ ഈ അടുത്താണ് പിന്നെ ദുബായിലേക്ക് വരുമ്പോൾ ഇങ്ങനെ റാമ്പ് വാക്കിനും ഇതിനൊക്കെ വിളിക്കല്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടേതായ ഒരു റാമ്പ് വാക്കാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തും. മറ്റേ വിക്കിതൊക്കെ പറഞ്ഞേ നടന്നുകൊണ്ട് 2 മില്യൺ ആൾക്കാരെ ഉണ്ടാക്കിയ ആള് പറഞ്ഞു. വേറെ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവുന്ന ഒരു സംഭവമാണ്. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും. അതെ അതെ അതെ, അതെനിക്കറിയാം. അത് ഇവിടുന്നാണെങ്കിലും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരായിട്ടും, ഭയങ്കര ഹമ്പിളാണ്. നിങ്ങളെല്ലാവരെയും ഒരു വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ കണ്ടത്. എല്ലാവരെയും നിങ്ങൾ എപ്പോൾ നോക്കിയ ചിരി, ആ ചിരി നിങ്ങളിപ്പോൾ ക്യാമറ നിങ്ങൾ കാണുന്നല്ലേ, ഈ ചിരി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ചിരി അതേപോലെ ഉണ്ടാവും. അതെല്ലാവർക്കും ആ ഒരു കഴിവില്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ അങ്ങനെ എഫക്റ്റ് ഒന്നും ചെയ്യലില്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ എപ്പോഴും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കലുള്ളൂ. തെറ്റ് പറ്റി അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇൻ ടു ദെയർ ഷൂസ് ആൻഡ് തിങ്ക് എന്താ അത് അതിനൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അത് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അടിപൊളിയായിട്ട് പോവുക. അതല്ലാണ്ട് കുറേ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതായത് ഈ കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1 ലക്ഷം രൂപയുടെ സാലറി ഉള്ള സ്ഥലത്ത് ഞാൻ ജോലിക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാലേ കാര്യമുള്ളൂ. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചല്ലേ, പക്ഷെ എവിടെയും ജോലി കിട്ടുന്നില്ല. ആരും 1 ലക്ഷം രൂപ തരാൻ നമുക്കൊക്കെ അന്ന്. അങ്ങനെ ഞാൻ നേരെ ഭാരത് പെട്രോളിയത്തിൽ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കയറി. അന്ന് 10,000 രൂപ സാലറി ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ദുബായിലേക്ക് വന്ന്. ദുബായിൽ 1200 ദിർഹംസായിരുന്നു സാലറി സ്റ്റാർട്ടിങ്. പക്ഷെ ഇവിടെ വന്നിട്ടും ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ദുബായ് ബ്ലോഗർ, ദുബായ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഹാഷ്ടാഗിൽ പണിയെടുക്കുമ്പോൾ ഇരുന്ന് അടിച്ചു നോക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ്, ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേഴ്സിനൊക്കെ, ഈ ഈജിപ്ഷ്യനും യൂറോപ്യൻസും അവർക്കൊക്കെ, ഐ എം എ ഇന്ത്യൻ ബേസ്ഡ് ബ്ലോഗർ, ഐ എം ഇൻ ദുബായ്, ക്യാൻ വി കൊളാബറേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. കാരണം എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ അറിയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് ഇംഗ്ലീഷും അങ്ങനെ സെറ്റപ്പ് അല്ല. തമിഴ് അവർ പറയണ കേട്ടിട്ട് മനസ്സിലാവുന്നല്ലാണ്ട് അങ്ങോട്ട് പറയാനുള്ള കോൺഫിഡൻസും സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും പോയി അവിടുത്തെ PR പരിചയപ്പെട്ട്. ഫോക്ക് പിടിക്കാൻ അറിയില്ല, അത് ഇങ്ങനെ നോക്കി പഠിക്കും. പറയില്ല ആരോടും, അത് നോക്കി പഠിക്കും. അവർ പറയുന്ന ഇംഗ്ലീഷ് പഠിക്കും. അങ്ങനത്തെ സാധനം പഠിച്ചാണ് പിന്നെ എല്ലാ PR-മാരായിട്ട് ഞാൻ കമ്പനിയായി. അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് ജേണി. അല്ല, അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ആ ജോലി വിടാൻ തീരുമാനിച്ചത്? ജോലി വിടാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മോർണിംഗ് 8 to ഈവനിങ് 8 വരെ വർക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ എക്സ്പീരിയൻസ് അല്ല, നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടിയപ്പോൾ എനിക്ക് സാലറി കിട്ടി. അങ്ങനെ ഒരു ക്യാമ്പയിൻ കിട്ടി എനിക്ക്. ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്യൂട്ട് കമ്പനി ഉണ്ട്. അപ്പോൾ അതെന്തുണ്ടായെന്ന് വെച്ചാൽ അവരെനിക്ക് ക്യാമ്പയിൻ തന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് പോകും വീട്ടിലേക്ക്. അപ്പോൾ അതിന് പകരം ഞാൻ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിന് പകരം ഞാൻ 1 മണിക്കൂർ അവിടെ പോയിട്ട് വേഗം ആ വീഡിയോ ഫോണിൽ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. അന്ന് എനിക്ക് സാലറി 2 മാസത്തെ സാലറി ഒറ്റ ദിവസം ആ വീഡിയോയിൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെ ഞാൻ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തു. അതായത് ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് തുടങ്ങി. എല്ലാവർക്കും അങ്ങോട്ട്. ആ സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് കുറവാണ്, ആരും ഇല്ല. അപ്പോൾ ഈസിയാണ് കിട്ടാൻ, എല്ലാവർക്കും വേണം. ഇപ്പം ഈസി അല്ല അങ്ങനെ. പണ്ട് നാട്ടിൽ പറയുമല്ലോ, കല്ലെടുത്ത് മുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർമാരുടെയും ബംഗാളികളുടെ തലയിൽ കൊള്ളത്. ഇപ്പം അതുപോലെ ഇപ്പം കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർമാരുടെ തലയിൽ കൊള്ളത്. അപ്പോൾ അങ്ങനെ അതിന് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാം പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് ഇവിടെ ഒരു മീഡിയ കമ്പനി കയറി. അറിയോ? ട്രൈഫീഡ് മീഡിയ. എന്നാൽ അതിൽ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ. ഞാനും അതിന്റെ ഓണറും പിന്നെ ആമിർ ഡീലോ എന്ന് പറഞ്ഞൊരു വീഡിയോഗ്രാഫറും. പക്ഷെ അവൻ ഭയങ്കര സ്മാർട്ടാണ്. അവൻ ചെറുതാണ് എന്നെക്കാട്ടും, 2-3 years ചെറുതാണ്. പക്ഷെ ഭയങ്കര സ്മാർട്ടാണ്, മാർക്കറ്റിംഗ്, സെയിൽസ്. പക്ഷെ ഞാൻ അവനിൽ നിന്ന് ലേൺ ചെയ്തു. അവന്റെ സെയിൽസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് 3 ഇൻകം കിട്ടി. കാരണം അവൻ്റെ ഇൻഫ്ലുവൻസർ, അവനൊരു കമ്പനി പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇൻഫ്ലുവൻസർ ഞാൻ സെയിൽസിൽ കമ്മീഷൻ കിട്ടും, സാലറിയും കിട്ടും. പിന്നെ സ്വപ്നങ്ങൾ, അതായത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും സ്വപ്നങ്ങളാണ്. പണ്ടൊക്കെ എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാവരും പറയും
നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ വേണം എന്നാലേ എത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വപ്നങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ, എത്തണില്ലല്ലോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വിഷൻ ഉണ്ടായിട്ട് അതിന് വേണ്ടി പിന്നാലെ എന്താ പറയുക, എത്ര വീണാലും കയറി പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അതാണ് ശരിക്കും ഇവരുദ്ദേശിച്ച സ്വപ്നങ്ങൾ എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ എൻ്റെ അത് കഴിഞ്ഞിട്ട് IELTS എഴുതിയിട്ട് ഞാൻ കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 1 വർഷം IELTS എഴുതി. 1 വർഷത്തിൻ്റെ ആവശ്യമില്ല, 3 മാസം കൂടുമ്പോഴാണ് എൻ്റെ എല്ലാ വട്ടവും പൊട്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാം ഗോഡ്സ് പ്ലാൻ. ആൾക്ക് അടിപൊളി ഒരു പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.